യുഎസിൽ താമസിച്ചിരുന്ന പല ഇന്ത്യക്കാരും ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അവരിൽ ചിലരുടെ കയ്യിൽ ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാകാം. മറ്റു ചിലർ അമേരിക്കൻ പൗരത്വം എടുത്തവരായിരിക്കാം. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന ഇന്ത്യൻ വംശജർക്ക് ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ അമേരിക്കൻ പൗരത്വം ഉപേക്ഷിക്കേണ്ടി വരും. അതിനുശേഷം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ്. അമേരിക്കൻ പൗരത്വം വേണ്ടെന്ന് വെച്ചാൽ ഉടൻ തന്നെ ഇന്ത്യൻ പൗരത്വം കിട്ടുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഒരാൾ വിദേശ പൗരത്വം വേണ്ടെന്ന് വെച്ചാൽ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കായി ലഭിക്കില്ല എന്നാണ് NRI നിവേശിന്റെ സ്ഥാപകൻ നിഷാന്ത് കോഹ്ലി പറയുന്നത്. പൗരത്വ നിയമം 1955 പ്രകാരം ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. കൂടാതെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വരും. വീണ്ടും പൗരത്വം വേണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അപേക്ഷ നൽകണം. അപേക്ഷിക്കുന്നതിന് മുമ്പ് 14 വർഷത്തിനിടയിൽ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അപേക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള 12 മാസവും ഇന്ത്യയിൽ സ്ഥിരമായി താമസിച്ചിരിക്കണം തുടങ്ങിയ നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ വംശജർക്ക് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ സ്കീം പ്രകാരം OCI കാർഡ് എടുക്കാവുന്നതാണ്. എന്നാൽ ഇത് ഇരട്ട പൗരത്വമല്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 അനുസരിച്ച് OCI കാർഡ് ഉടമകൾക്ക് രാഷ്ട്രീയപരമായ അവകാശങ്ങൾ ലഭിക്കില്ല. OCI എന്നാൽ ഒരു വിസ പോലെ കണക്കാക്കാം. ഇത് ഉപയോഗിച്ച് ഇന്ത്യയിൽ വന്ന് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. പക്ഷേ വോട്ട് ചെയ്യാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ കഴിയില്ല. OCI കാർഡ് എടുത്താൽ ഇന്ത്യയിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും സാധിക്കും. എത്ര കാലം ഇന്ത്യയിൽ താമസിച്ചാലും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. സാമ്പത്തിക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ NRIകൾക്ക് തുല്യമായ പരിഗണന ലഭിക്കും. വിദേശ പൗരത്വം നിലനിർത്തി തന്നെ ഇന്ത്യയിൽ താമസിക്കാനും സാധിക്കും. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന NRIകൾ അവരുടെ റെസിഡൻസി സ്റ്റാറ്റസ് മാറ്റേണ്ടത് പ്രധാനമാണ്. റെസിഡൻസി സ്റ്റാറ്റസ് മാറ്റിയില്ലെങ്കിൽ ടാക്സ് അടക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടാവാം. ഇത് നിയമപരവും സാമ്പത്തികപരവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് കോഹ്ലി പറയുന്നത്. കൂടാതെ ഇന്ത്യയിൽ തിരിച്ചെത്തിയാൽ ബാങ്ക് അക്കൗണ്ടുകൾ NRO അല്ലെങ്കിൽ NRE എന്നിവ സേവിങ്സ് അക്കൗണ്ടുകളാക്കുക. ഡിമാൻഡ് അക്കൗണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവയെല്ലാം KYC വിവരങ്ങൾ പുതുക്കണം. ഇൻകം ടാക്സ് പോർട്ടലിലും വിവരങ്ങൾ മാറ്റിയെഴുതണമെന്നും കോഹ്ലി ഓർമ്മിപ്പിക്കുന്നുണ്ട്. റെസിഡന്റ് ഇന്ത്യൻസിനും നോൺ റെസിഡന്റ് ഇന്ത്യൻസിനും ടാക്സ് നിയമങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് സ്ഥിരമായി താമസം മാറുന്ന NRIകൾ ഇന്ത്യൻ ടാക്സ് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. NRIകൾ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ടും അവരുടെ സ്റ്റാറ്റസ് മാറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് ഫെമ നിയമങ്ങളുടെ ലംഘനമായി കണക്കാക്കും. അവരുടെ നിക്ഷേപങ്ങൾ നിയമവിരുദ്ധമായി കണക്കാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് നേടുന്ന വരുമാനത്തിന് ടാക്സ് അടക്കുന്നതിൽ തെറ്റുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ആദായ നികുതി വകുപ്പിൽ നിന്ന് നോട്ടീസുകൾ ലഭിക്കാനും പിഴകൾ അടക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ആദായ നികുതി വകുപ്പ് എന്നിവരെ നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കാരായി മാറിയ വിവരം അറിയിക്കണം. ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ രേഖകളുടെ പകർപ്പ് നൽകണം. വിദേശ പൗരത്വം ഉപേക്ഷിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നിശ്ചിത സമയത്തിനുള്ളിൽ അപേക്ഷകൾ പരിഗണിക്കും. അംഗീകാരം ലഭിച്ചാൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. പല ഇമിഗ്രേഷൻ അഭിഭാഷകരും ആദ്യം OCI കാർഡ് എടുക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഇത് കൂടുതൽ സൗകര്യപ്രദമാണ്. അതിനുശേഷം സെക്ഷൻ 51G വഴി പൂർണ്ണ പൗരത്വം നേടുന്നതിനെ കുറിച്ച് ആലോചിക്കാം. OCI കാർഡ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന്റെ മിക്ക ആനുകൂല്യങ്ങളും ലഭിക്കും. US പൗരത്വം നിലനിർത്തുകയും ചെയ്യാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.